പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24. നമസ്കാരം. ഫീൽത്തി മൊമെന്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകൾ പ്രഗ്നൻസി ടൈമിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിലേറ്റവും പ്രധാനമാണ് എത്തരത്തിലുള്ള ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള വ്യായാമ മുറകളാണ് നമ്മൾ ആ സമയത്ത് ശീലിക്കേണ്ടത് എന്നൊക്കെയുള്ളത്. ഇന്ന് നമ്മൾ ആ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പേട്ട അക്ഷരവീതി പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റും MD-യുമായ ഡോക്ടർ സ്വീറ്റിയാണ്. വെൽക്കം മാഡം. മാം, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒത്തിരി സംശയങ്ങളാണ് പെൺകുട്ടിയൊക്കെ ഉണ്ടാവുക. കാരണം ഡെലിവറി കഴിയുമ്പോൾ തന്നെ അവർ ഓവർ സൈസ് ആകുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം എത്തരത്തിലുള്ള ഒരു ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പ്രഗ്നൻസി സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം അതും ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ അപ്പോൾ അത് എല്ലാ സംശയങ്ങളും പറഞ്ഞു കൊടുക്കാനോ അങ്ങനെയൊന്നും ഇപ്പോൾ ഡോക്ടറിനെ റെഗുലറായിട്ട് കാണിക്കുന്നവരായിരിക്കും ഒക്കെ ആയിരിക്കും, പക്ഷേ ഒരുപാട് തിരക്കുകളുള്ള ആളുകളായിരിക്കും അവരുമൊക്കെ. അപ്പോൾ ഇവർക്കുള്ള ആ ഒരു പല പല സംശയങ്ങൾ പല കാര്യത്തിലും ഉണ്ടാവും. എക്സസൈസ് ചെയ്യാമോ, അല്ലെങ്കിൽ ജോലി ചെയ്യാമോ, അല്ലെങ്കിൽ എന്തൊക്കെ ഇന്നത് കഴിക്കാമോ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും സംശയങ്ങളാണ്. എന്ത് കഴിക്കാം, പഴയ പോലെ കഴിക്കാമോ, എന്ത് ചെയ്യണം. ചിലർ പറയും വെയിറ്റ് കൂടാതിരിക്കാൻ എന്ത് ചെയ്യണം, ഒരുപാട് വെയിറ്റ് വരാതിരിക്കാൻ. അതാണ് അങ്ങനെ ഒരുപാട് ഇപ്പോഴുള്ളവരിതിൽ പല രീതിയിലാണ്. ചിലർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ വർക്ക് കണ്ടിന്യൂ ചെയ്യണം, ഒത്തിരി ലീവ് എടുക്കാൻ പറ്റില്ല, അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ മാക്സിമം ഈ ട്രാവൽ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയൊക്കെ സംശയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ശരിക്കും ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ പ്രോപ്പറായിട്ട് സംശയങ്ങൾ ഒരു സയൻറ്റിഫിക്കായിട്ട് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്, ഇവർ പോയി കാണുന്ന മെറ്റേണിറ്റി ഹോംസിലുള്ള ഡോക്ടേഴ്സ് അവർക്കൊന്നും സമയമുണ്ടാകാറില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ആക്ച്വലി പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു പ്രത്യേകം സംഭവം തന്നെ കൗൺസിലിങ്ങിൽ അതിൽ പ്രഗ്നൻസി കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു വിഭാഗം വച്ചിട്ടുണ്ട്. സോ ആ ഒരു അതിനൊരു പ്രത്യേക സമയം ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വിളിക്കുന്ന ആളുകൾ അവർ പലയിടത്തും കാണിക്കുന്ന പെൺകുട്ടികളായിരിക്കാം എസ്പെഷ്യലി. അപ്പം ഈ അവർക്ക് പക്ഷേ അവിടെ നിന്ന് മരുന്ന് അതിൻ്റെ ഇത് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കിട്ടുന്നുണ്ടാവും കറക്റ്റായിട്ട്. പക്ഷേ അവർക്ക് അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഡോക്ടറെ അടുത്ത് സംശയം ചോദിക്കാനുള്ള സമയം ഡോക്ടർക്കും ഉണ്ടാവാറില്ല. അവർക്ക് മിക്കവാറും അങ്ങനത്തെ ഒരു ഇത് കിട്ടാറില്ല, ഒരവസരം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ഇതിപ്പം വെസ്റ്റേൺ കൺട്രീസ്, US, UK, യൂറോപ്യൻ കൺട്രീസ് എല്ലായിടത്തും പ്രഗ്നൻസിക്ക് കൗൺസിലിംഗ് സെൻറ്റേഴ്സും ഉണ്ട്. എന്നുവെച്ചാൽ അവിടെ പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ ഒരു പ്രഷ്യസ്, ഇവിടെയും പ്രഷ്യസ് ആണ് എല്ലാവരുന്നല്ല, പക്ഷെ അവിടെ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും അവരൊരു പ്രഗ്നൻ്റ് ആകാം എന്ന് ലൈഫിൽ ഡിസൈഡ് ചെയ്യുന്നത്, ഒരാൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇന്ത്യയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇന്ത്യയുടെ പോപ്പുലേഷൻ തന്നെ അറിയാമല്ലോ. അപ്പം ഈ ഡെലിവറി, പ്രഗ്നൻസി ഇതൊക്കെ ഒരു റെഗുലർ ഹാപ്പനിങ് ആണ്. നമുക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ എത്ര 100 പ്രസവങ്ങൾ ഒരു ദിവസം നടന്നു എന്നൊക്കെയാണ് നമ്മുടെ കണക്കിൽ നമ്മൾ എഴുതുന്നത്. സോ അങ്ങനെ നോക്കുമ്പം പ്രസവവും പ്രഗ്നൻസിയൊക്കെ വളരെ നോർമലായിട്ടുള്ള ഒരു സംഭവം. ഇതിലെന്തപ്പോൾ ഇത്ര വലിയ സംശയിക്കാൻ എന്താ ഇതാണെന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല. ഇതിൽ അത് അനുഭവിക്കുന്ന ആൾക്ക് ആ ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള സംശയങ്ങൾ അനുഭവിക്കുന്നവർക്കേ ആ ശരിക്കും ആരോട് ചോദിക്കണം. അപ്പം ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കുന്ന പണിക്ക് നിൽക്കുന്ന ആളുടെ അടുത്ത് തൊട്ട് ഏതെങ്കിലും ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് തൊട്ട് അല്ലെങ്കിൽ നേരത്തെ ഡെലിവറി ചെയ്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് തൊട്ട് പലരോടും ചോദിക്കുമ്പോൾ പല ഒപ്പീനിയൻസാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവർ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. സോ ആക്ച്വലി പറഞ്ഞാൽ പ്രഗ്നൻസി കൗൺസിലിംഗ്
ക്ലിനിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാനത് നടത്തുന്നുണ്ട്. സോ ആക്ച്വലി അതിൽ പലയിടത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ദേ നീഡ് നോട്ട് ബി മൈ പേഷ്യൻസ്, അങ്ങനെയല്ല. പക്ഷേ ഈ പ്രഗ്നൻസിയുടെ സംശയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോപ്പർ ഡയറ്റ് പ്ലാൻ എന്തൊക്കെ വേണം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൗൺസിലിങ്ങിന് സമയമെടുത്തിട്ട് പ്രഗ്നൻസി കൗൺസിലിങ്ങിന് മാത്രമായിട്ട് ചിലപ്പോൾ 2-3 സിറ്റിങ്, ചിലപ്പം ഡെലിവറിയുടെ തൊട്ട് മുമ്പേ പേടി മാറ്റാൻ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു പല പല സിറ്റിങ്സ് ആയിട്ട് അവർ വരാറുണ്ട് ഓരോരോ സമയത്ത്. അപ്പം അത് അവരുടെ ആവശ്യങ്ങളനുസരിച്ച് ഞാനും അതിനുള്ള ടൈം അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ ഈ കൗൺസിലിംഗ് കൊണ്ട് നമ്മൾ ഓരോ സിറ്റിംഗ് എന്നാണ് പറഞ്ഞത്. സോ ഇറ്റ് ഡിപ്പെൻസ്, കഴിവതും ഓരോ ട്രൈമിസ്റ്ററിൽ അറ്റ്ലീസ്റ്റ് ഒരു കൗൺസിലിംഗ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ജസ്റ്റ് ബിഫോർ ഡെലിവറി ഒരു 2 വീക്സ് മുമ്പെങ്കിലും ഒരു കൗൺസിലിംഗ് വേണം. കാര്യം വെച്ചാൽ ഈ ഡെലിവറിയെ നേരിടാനും അത് ഒരു പേടി സ്വപ്നമല്ല, അത് അത്ര എങ്ങനെയാണ് പേടിക്കേണ്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പെയിൻ എന്ന് പറഞ്ഞ ഒരു പേടിയുണ്ടല്ലോ, അതായിരിക്കും ആദ്യം മുതലേ ഉള്ള ആശങ്ക. ഈ കുഞ്ഞ് ഇതിങ്ങനെ കറക്റ്റായിട്ട് വരുമോ, ലാസ്റ്റ് ഒരു അവസാന ദിവസങ്ങൾ അടുക്കും തോറും ആ ഒരു ഡെലിവറി ഡേറ്റ് അടുക്കും തോറും പെയിൻ എന്നുള്ള പേടിയാണ്. സോ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഞാനിപ്പോൾ പെയിൻലെസ് ഡെലിവറി ചെയ്യാൻ കൂടുതൽ എന്നെ പ്രേരിപ്പിക്കുന്നതും അതുതന്നെയാണ്. എത്രത്തോളം ഒരാളുടെ വേദന മാറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ അതിന് പറ്റും. നമുക്കിപ്പോഴെന്നല്ല, കുറച്ച് നാളായിട്ട് വളരെ ഈ ടെക്നോളജി ഇംപ്രൂവ്ഡ് ആണ്, വളരെ അഡ്വാൻസ്ഡ് ആണ്. അതായത് പെയിൻലെസ് ഡെലിവറി എന്നൊരു കാര്യം. ഇപ്പോൾ പെയിൻലെസ് ഡെലിവറി എന്ന് പറയുമ്പോൾ എല്ലാവരും അതൊരു സിസേറിയൻ ആണോ എന്ന് ചോദിക്കും. അല്ല, നമ്മളെ നോർമൽ ഡെലിവറി ഒരു കുറച്ച് പോലും പെയിൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വളരെ കോസ്റ്റ് കുറഞ്ഞ ഇക്കണോമിക്കൽ ആൻഡ് ക്വാളിറ്റി കെയർ കൊടുക്കുന്ന പാക്കേജസ്, ഡെലിവറി പാക്കേജസ് കൊടുക്കുന്നുണ്ട്. അതിൽ നോർമൽ ഡെലിവറി സിസേറിയൻ മാത്രമല്ല, പെയിൻലെസ് ഡെലിവറിക്കും പാക്കേജ് കൊടുക്കുന്നുണ്ട്. സാധാരണ പെയിൻലെസ് ഡെലിവറി പലയിടത്തും നടക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അങ്ങനെയല്ലാതെ സാധാരണ ആളുകൾക്കും അത് പെയിൻലെസ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റണം. ഒരാൾ വേദന അനുഭവിച്ചു തന്നെ, അതും ഒരു പെൺകുട്ടി വേദന അനുഭവിച്ചേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ മാറ്റാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പുണ്യം അതാണെന്നാണ് ഞാൻ ചെയ്യാൻ പറ്റുന്നത്. അതും കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് പോലും വേദനയില്ലാതെ പ്രസവിക്കാൻ പറ്റുമെങ്കിൽ. സോ ദാറ്റ് ഈസ് വൈ ഐ പുട്ട് എ പാക്കേജ് ഫോർ പെയിൻലെസ് ഡെലിവറി ഓൾസോ. ഓക്കെ മാം, ഒരു കോൾ ഉണ്ട്. ഹലോ, ഫീൽ ദി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹായ് ശ്യാം, പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ വിളിച്ചത് എന്റെ വൈഫിന്റെ പ്രഗ്നന്റ് ആണ്. ഓക്കെ. നിയർലി ഒരു 3 months ആയി. ഓക്കെ. അപ്പം BP ഉണ്ട്. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോ 140/90 ആണ് പറയുന്നത്. അപ്പം ഡോക്ടർ ഒരു ഗുളിക തന്നു. അപ്പൊ അത് ആദ്യം ഒരു നേരം കഴിച്ചു, പിന്നെ ഇപ്പൊ 2 നേരം ഉണ്ട്. പക്ഷെ എന്നിട്ട് ഇപ്പോഴും ആ BP ഉണ്ട്, കുറഞ്ഞിട്ടില്ല. BP കൺട്രോൾ ആയിട്ടില്ല എന്നാണോ പറയണേ? കൺട്രോൾഡ് അല്ല. കൺട്രോൾഡ് അല്ല. ഓക്കെ. ഇപ്പോഴും 140/90 ആണ് ഇയാൾക്ക് ചെക്ക് ചെയ്തപ്പം ഉള്ളത്. അത് ശരി. അപ്പൊ ചിലപ്പം 145 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊരു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതോ എന്താ ചെയ്യണമെന്ന് അറിയാനായിരുന്നു. BP ഇത്ര നേരത്തെ തുടങ്ങുന്നത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പ്രോപ്പർ മെഡിക്കേഷൻ വരികയാണെങ്കിൽ അത് കൺട്രോൾഡ് ആവണം. പിന്നെ ഈ സെക്കൻഡ് തിങ്, നമ്മൾ കുറച്ച് ഡയറ്റിലും കൂടി ശ്രദ്ധിക്കണം. ഈ ഉപ്പ് ഉള്ള ഭക്ഷണങ്ങൾ വളരെ കുറയ്ക്കണം. അതൊക്കെ കൂടെ കുറച്ച് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. സോൾട്ട് കൂടുതൽ വീട്ടിൽ ഉപയോഗിച്ച് ഈ ഗർഭിണിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലെങ്കിലും സോൾട്ടിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കണം. പിന്നെ അച്ചാറ്, പപ്പടം, അങ്ങനെ സോൾട്ട് കൂടിയ നമ്മുടെ സാധാരണ ഡയറ്റിലുള്ള സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കാം. ഓക്കെ. അപ്പോൾ അതും കൂടി ആഡഡ് ഇഫക്റ്റ് ആണ്. അപ്പം എല്ലാം മരുന്ന് കൊണ്ട് സാധിക്കില്ല. അപ്പം നമ്മുടെ ഭക്ഷണവും കൂടി കുറച്ച് ഉപ്പിൻ്റെ അംശം കുറഞ്ഞ ഡയറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഇത് കൺട്രോൾഡ് ആവും. ഒരുപാട് മരുന്നുകൾ ഇല്ലാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ BP എപ്പോഴും കൺട്രോളിലാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കും, അമ്മയെ ബാധിക്കും. പിന്നെ അത് വളരെ എക്സ്ട്രീം ആവുമ്പം ഓവറായിട്ട് ലാസ്റ്റ് 7 months 7 monthsന് ശേഷം ലാസ്റ്റ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്ന ആ സമയത്ത് BP
കൂടുതലാവുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ജീവനും അമ്മയുടെ ജീവനും ചിലപ്പം ഫിറ്റ്സ് പോലെ വരാം. അതിനെയാണ് നമ്മൾ പിന്നെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതിനെയാണ് പിന്നെ എക്ലാംസിയ, പ്രീ എക്ലാംസിയ എന്നുള്ള കണ്ടീഷൻസ് വരുന്നത്. അത് മെഡിക്കലി പറയുന്ന അങ്ങനെയാണെങ്കിലും സംഭവം ഇതാണ്, BP കൂടിയിട്ട് കുഞ്ഞിലേക്ക് ചെല്ലുന്ന ബ്ലഡ് സപ്ലൈ കുറയുകയും, BP എന്ന് പറയുമ്പം ബ്ലഡിൻ്റെ പോകുന്ന ആ ഒരു ധമനി, ആ വെസൽസ് എല്ലാം വളരെ പ്രഷർ കൊണ്ട് ടൈറ്റൻഡ് ആവുകയാണ്. അപ്പം കുഞ്ഞിലേക്ക് പോകുന്ന ബ്ലഡ് സപ്ലൈ കുറയും, കുഞ്ഞിൻ്റെ ഹെൽത്തും ഗ്രോത്തും ഒക്കെ കുറയും. പിന്നെ ചിലപ്പം അമ്മയ്ക്ക് നല്ല BP കൂടുമ്പം ഈ ബ്രെയിനിന് അത് ബാധിക്കാൻ പറ്റും. സോ അങ്ങനെ ഫിറ്റ്സ് വരാം, ബ്രെയിനിൽ അത് ഇഫക്റ്റ് ആകുമ്പോഴത്തേക്കുമാണ് അതിൽ ലാസ്റ്റിൽ ഫിറ്റ്സ് വരാം. ഫിറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അതൊരു സീരിയസ് കണ്ടീഷനായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിലേക്ക് പോകാതെ ഈ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ലെവലിലേക്ക് തന്നെ നിന്നിട്ട് അതിൻ്റെ പല പല തലങ്ങളിലേക്ക് അത് പോകാതെ നല്ല രീതിയിൽ എപ്പോഴും കൺട്രോൾഡ് BP ആയിരിക്കണം എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞത് അത്ര എക്സസ് അല്ല, ഓൾമോസ്റ്റ് ബോർഡർ ലൈൻ ആണ്. പിന്നെ ഈ ഒരു പ്രഗ്നൻസിയിൽ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹർ ജനറ്റിക്. ഇത് ഇപ്പോൾ ചിലപ്പോൾ ഫാദർ മദറൊക്കെ BP ഉള്ളവരാണെങ്കിൽ ചിലർക്ക് കുറേ കാലത്തേക്ക് ആ BP ഹൈ ആയിട്ട് തന്നെ നിൽക്കും, മരുന്ന് കഴിക്കേണ്ടിയൊക്കെ വരും ആഫ്റ്റർ ഡെലിവറി. പക്ഷേ മിക്കവർക്കും 80% ആളുകൾക്കും ഡെലിവറി കഴിയുമ്പം ഈ BP അങ്ങ് നോർമലാവും. ഇത് അവർ പറഞ്ഞത് ചിലപ്പോൾ ഒരു 3 ടൈം കൂടെ, ഇപ്പം 2 നേരമാണ് എടുക്കുന്നത്, 3 പ്രാവശ്യം എടുക്കേണ്ടി വരും എന്ന് പറയുന്നു. അപ്പൊ അത് അങ്ങനെ പ്രോബ്ലം ഉണ്ടാവും, അതോ അത് നല്ലൊരു അഡ്വൈസ് ആണോ? അത് നമുക്ക് ഇത്രയേ ഉള്ളൂ, BP ടോട്ടലി അണ്ടർ കൺട്രോൾ ആയിരിക്കണം. 120, 80 എന്നൊക്കെ പറയാം. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം വ്യത്യാസം, ചെറിയ വ്യത്യാസം. ഇപ്പോൾ മുകളിലുള്ള 120 എന്ന് പറയുന്നത് ചിലപ്പം നമ്മുടെ ടെൻഷൻ കൂടിയാലും 130, 140 എന്നൊക്കെ ആകാം. അത് കുഴപ്പമില്ല. താഴെയുള്ള ഡയസ്റ്റോളിക് പ്രഷർ ഹാർട്ടിനെ ഡയറക്റ്റായിട്ട് കാണിക്കുന്ന സംഭവമാണ്. സോ അത് എപ്പോഴും നോർമലി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അത് ടെൻഷൻ കൊണ്ടൊന്നും മാറുന്നതല്ല. സോ അത് ഇത്രയേ ഉള്ളൂ. ഡയറ്റും കൂടി കുറച്ച് ശ്രദ്ധിക്കുക. പിന്നെ നല്ല റെസ്റ്റ് എടുക്കട്ടെ. BP ഉള്ള ആളുകളെ എക്സസൈസ് ചെയ്യിപ്പിക്കരുത്, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. കാരണം ഓൾറെഡി നല്ല പ്രഷറിലാണ് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നല്ല ഇത് ടെൻഷൻസ് കൊടുക്കാതിരിക്കുക, റെസ്റ്റായിട്ട് കൊടുക്കുക. പിന്നെ വന്നിട്ട് കുറച്ച് നേരം കാല് പൊക്കി വെച്ച് തന്നെ ഇരിക്കാൻ ശ്രമിക്കണം. തലച്ചോറിലേക്ക് പോകുന്ന ബ്ലഡ് കൂടുതലാവണം. അപ്പോഴേ പിന്നെ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കാൻ ശ്രദ്ധിക്കണം. കുഞ്ഞിലേക്ക് പോകുന്ന ബ്ലഡ് കൂടുതലാവണം. സോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളണം. ഓക്കെ. സോ പൊസിഷൻസ് ഉണ്ട്, അനാവശ്യ എക്സസൈസ് വേണ്ട, നല്ല റെസ്റ്റാണ് ഇവിടെ ഇപ്പോൾ ആവശ്യം. പിന്നെ ഉപ്പ് കുറഞ്ഞ ഭക്ഷണം അതും ശ്രമിക്കണം. കഴിവതും വേണ്ട എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. കാരണം ഈ BP ഉള്ള ഒരാളിന് അവർ 9 months കഴിവതും നമ്മൾ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യ കാര്യമാണ്. ഓക്കെ, പേടിക്കേണ്ട കാര്യമല്ല. ബി ഹാപ്പി വിത്ത് whatever she is on and ask her to be always happy and relaxed, no tension, ഒന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ തന്നെ BP നന്നായിട്ട് കുറയും. നമ്മുടെ മാനസികാവസ്ഥയും കുറേയൊക്കെ BP കൂട്ടും. ഓക്കെ, ഫീൽ ദി മൊമെന്റ്സിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. മാം, നമ്മളൊരു നോർമൽ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ശരിയായ ഡയറ്റ് എങ്ങനെയാണ്? അപ്പോൾ ഈ ഇതിൽ കുറേ സംശയങ്ങൾ ഉള്ള കാര്യങ്ങൾ, ഡയറ്റിനെ പറ്റി ഒത്തിരി സംശയമുണ്ട്. അപ്പോൾ എന്ത് കഴിക്കാം, എന്ത് കഴിക്കരുത്, ഞാൻ ഒരുപാട് വണ്ണം വയ്ക്കുമോ, അങ്ങനെയൊക്കെ കുറേ ഇപ്പോൾ ഉള്ളവരതെല്ലാം വളരെ കോൺഷ്യസ് ആണല്ലോ. പിന്നെ ജോലിക്ക് പോകുന്ന പെൺകുട്ടികൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെ ഈ കറക്റ്റായിട്ട് ടൈംലി ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. ജോലിയും വിടാൻ പറ്റത്തില്ല. മേ ബി ലാസ്റ്റ് ഒരു 3 മാസമൊക്കെ ലീവോ അല്ലെങ്കിൽ 2 മാസമൊക്കെ ലീവ് കിട്ടുമായിരിക്കും. ആദ്യമൊക്കെ ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളപ്പം വർക്കിംഗ് വിമൺ ഒരുപാടുള്ള കേരളത്തിൽ അതൊരു സംശയമാണ്. ഞാൻ എങ്ങനെ ഈ ഫുഡ്, നല്ലൊരു ഫുഡ് എങ്ങനെ ഞാൻ അപ്പോഴും കഴിക്കാൻ പറ്റും, എങ്ങനെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് നല്ലത് എങ്ങനെ വരുത്താൻ പറ്റും, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. സോ ബേസിക്കലി ഫുഡെന്ന് പറയുന്നത് ഒരു ഗർഭിണി സാധാരണ ആളുകൾ കഴിക്കുമ്പോൾ 3 നേര ഭക്ഷണം അല്ല കഴിക്കേണ്ടത്. രാവിലെ, പിന്നെ ഉച്ചയ്ക്ക് നല്ല വയറ് നിറച്ച് കഴിക്കുക, രാത്രി ഒരുവിധം, അങ്ങനെ ഉള്ള 3 നേര ഭക്ഷണം എന്നുള്ളത് മാറ്റിയിട്ട് 6 നേര ഭക്ഷണം
എന്നാക്കണം. ദാറ്റ് ഈസ് വയറ് നിറച്ച് കഴിക്കുമ്പോൾ ശ്വാസം മുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗർഭപാത്രം മുകളിലോട്ട് വളർന്നു വരും. അപ്പോൾ ഈ വയറെന്ന് പറയുന്നത് ഇവിടെ വരെ, അപ്പോൾ അതും ഫില്ലാവുമ്പം ഇത് രണ്ടും കൂടെ ഉള്ള ഒരു ഈ വയറിനകത്തുള്ള സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത് വളരെ ഒരു അടുത്തടുത്താവുമ്പം ശ്വാസം മുട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം കുറച്ചായിട്ട് പല പ്രാവശ്യമായിട്ട്, അതാണ് നമ്മൾ 6 നേര ഭക്ഷണം എന്ന് പറയുന്നത്. സോ രാവിലത്തെ ഭക്ഷണം ആദ്യം ഒരു ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ കുറച്ച് 1-2 ഇഡ്ഡലിയോ അല്ലെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആദ്യം രാവിലെ ഛർദ്ദിക്കുന്നവർക്ക് ആദ്യം കുറച്ച് ബ്ലാൻഡായിട്ടുള്ള എന്തെങ്കിലും ബിസ്ക്കറ്റ്സും പിന്നെ പാല് പലർക്കും ഇഷ്ടമല്ല, അപ്പം അതിൽ കുറച്ച് ചായയായിട്ടോ കോഫിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് കോഫിയൊക്കെ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. സോ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ബ്ലാൻഡായിട്ട് ഒരു നേരം കഴിച്ചിട്ട് പിന്നെ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഒരു 10:30-11 പോവുക. അങ്ങനെ ഉള്ള ഒരു ക്രമീകരണം. ഒരു കോളുണ്ട്. ഹലോ ഹലോ, ഫീൽഡ് മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. മേഡം, എനിക്ക് 10 വർഷം കഴിഞ്ഞ് മക്കളൊന്നും ഇല്ല. ഞാനിപ്പോ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോ IU ചെയ്ത് 16 പോയി IU ചെയ്ത്. പക്ഷേ ഇപ്പൊ ആണെങ്കിൽ വയറിനകത്തേക്ക് ഒരു ഭയങ്കരമായ ഒരു വേദനയും. ഹലോ ഹലോ, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് സംസാരിക്കോ? ഹലോ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഡോക്ടറോട് സംസാരിച്ചോളൂ. IU ചെയ്ത് പക്ഷെ ഭയങ്കരമായി ഇപ്പം വയറുവേദനയും പിന്നെന്ന് വെച്ചാൽ വെള്ളം പോലെ പോകുന്നു. അപ്പോഴൊരു വല്ലാത്തൊരു ടെൻഷനും കാര്യവും. ഇപ്പൊ ചെയ്തിട്ട് എത്ര ദിവസമായി? IUI ചെയ്ത് 6-ാം തീയതി ചെയ്തത്. 6-ാം തീയതി ചെയ്തത്. ഈ വൈറ്റ് ഡിസ്ചാർജ് നേരത്തെ വെള്ള പോലെ പോകുന്ന നേരത്തെ ഉണ്ടായിരുന്നോ? ഇല്ല, വെള്ളമൊക്കെ ഇല്ലായിരുന്നു. ചൊറിച്ചിലോ വെള്ളപ്പൊക്കോ അങ്ങനെ എന്തെങ്കിലും ഇല്ല. ഇപ്പൊ വെള്ള പോലെ വന്നെ വയറൊക്കെ അങ്ങ് അടിവേറ് ഭയങ്കരമായ വേദനയും. ഓ, അപ്പോൾ ഇത് കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് ഇതൊന്ന് പറഞ്ഞായിരുന്നോ? ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് 23-ാം തീയതി പീരീഡ്. 23-ാം തീയതി കഴിഞ്ഞ് 24, 25 2 ദിവസം കൂടെ മുന്നോട്ട് പോയി 27-ാം തീയതി ചെല്ലാൻ പറഞ്ഞു. ആയില്ലെങ്കിൽ ശരി, പീരീഡ് ആയില്ലെങ്കിൽ. ഓക്കെ. അപ്പം കുറച്ച് റെസ്റ്റായിട്ടിരിക്കുക. ചിലപ്പം ഈ അതിനു മുമ്പേ ഈ പീരീഡിന്റെ സമയത്ത് ഗുളികകൾ തന്നിരുന്നോ IUI ചെയ്യുന്നതിന്? അപ്പം അത് കൂടുതൽ എഗ്സ് മുട്ടകൾ ഉണ്ടാവാൻ വേണ്ടി ഉള്ള മരുന്നുകൾ തന്നു കാണും. അപ്പോൾ ചിലപ്പോൾ ഈ കൂടുതലായിട്ട് എഗ്സ് ഉണ്ടാവുന്നത് കൊണ്ടും ഇതുപോലെ അടിവയർ വേദനയും മുട്ടകൾ വെളിയിലോട്ട് വന്നുകൊണ്ടേയിരിക്കും പല സമയങ്ങളിലായിട്ട്. അപ്പോൾ അങ്ങനെയും ഈ പെയിൻ വരാം കേട്ടോ. ഈ ഓവുലേഷൻ സമയത്ത് വരുന്ന വേദനയായിരിക്കും. അത് കൂടുതൽ എഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി മരുന്നുകൾ തരുമ്പോൾ കൂടുതൽ എഗ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഓരോന്നും പുറത്ത് വരുമ്പോൾ കുറച്ച് പെയിൻഫുള്ളായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഈ പെയിൻ ഉണ്ടാവാതിരിക്കാൻ യൂട്രസോ വയറ് ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനുള്ള സിമ്പിളായിട്ടുള്ള മെഡിസിൻസ് വല്ലതും കഴിക്കാമെങ്കിൽ ഡോക്ടറെ അടുത്ത് വാങ്ങിച്ച് കഴിച്ചോളൂ, ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം. ഓക്കെ, അതുകൊണ്ട് തെറ്റില്ല. ഇപ്പം എന്തായാലും പീരീഡിൻ്റെ സമയം ആയില്ലല്ലോ, അത് നോക്കിക്കൊള്ളിട്ട് അത് എന്തായാലും കുറച്ച് റെസ്റ്റ് ആയിട്ടിരിക്കുക. പിന്നെ പീരീഡ് ആവുകയാണെങ്കിൽ ഇതിപ്പം എങ്ങനെ നോക്കിയിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ 5 ദിവസം കഴിയുമ്പം ഓൾമോസ്റ്റ് നമുക്ക് പോസിറ്റീവ് ആണോ ഇല്ലെന്ന് അറിയാൻ പറ്റും. നമ്മള് 2016 ഇങ്ങനെ IU ചെയ്തിട്ട് പിന്നെ ഇവിടെ നിർത്തലാക്കി വെച്ചത്. ഇപ്പൊ വീണ്ടും തുടങ്ങി. അപ്പോഴും അന്ന് പിന്നെ ഇപ്പൊ സ്കാൻ ചെയ്തപ്പം നമുക്ക് PCOD ഉണ്ടെന്ന് തെളിഞ്ഞ്. അങ്ങനെ ആ 3 മാസം PCODയുടെ മരുന്ന് കഴിച്ചാൽ അത് മാറി. അതിനുശേഷം ഇപ്പൊ IU ചെയ്തത്. PCOD എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് മാറുന്ന ഒരു അസുഖമല്ല, അതൊരു ഹോർമോൺ. അല്ല, അങ്ങനെ അതൊരു അവസ്ഥയാണ്, അല്ലാതൊരു അസുഖം എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഹോർമോണിന്റെ മാറ്റങ്ങളാണത്. അപ്പം അങ്ങനെ ഉള്ളപ്പം അണ്ടം ഉണ്ടാകാൻ, അതായത് മുട്ടകൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടാണ് അതിലെ ഏറ്റവും വലിയ പ്രയാസം. അങ്ങനെ അതുകൊണ്ടായിരിക്കാം കൂടുതൽ അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ തന്നിട്ട് കുറച്ചും കൂടി കൂടുതൽ എഗ്സ് ഉണ്ടാക്കാനുള്ള ഇത് അവർ ശ്രമിച്ചതും
IUI ചെയ്യാൻ ശ്രമിക്കുന്നതുമൊക്കെ. അപ്പം അത് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പ്രാവശ്യം സക്സസ് ആയില്ലെങ്കിൽ പിന്നെ ഈ IUI എന്ന് പറയുന്നത് പിന്നെയും ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. ശരിക്കും ഈ PCOD നമുക്ക് ലാപ്രോസ്കോപ്പി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് PCOD ഇല്ലാതാക്കിയിട്ട് ട്രൈ ചെയ്യാൻ. അല്ല, PCOD അങ്ങനെ മാറുന്ന ഒരു അസുഖമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതൊരു അണുബാധയോ അങ്ങനത്തെ ഒന്നും അല്ല. അത് ഇതിൽ നമ്മുടെ അണ്ഡാശയത്തിൽ ആ ചെറിയ കുരുക്കൾ അങ്ങനെ തന്നെ ഇരിക്കും. ആ കുരുക്കളുടെ കൺട്രോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രവർത്തനം കാരണം ഈ നമ്മുടെ ഹോർമോണുകൾക്ക് പല വ്യത്യാസം വരും. പുരുഷ ഹോർമോൺ കൂടുകയും സ്ത്രീ ഹോർമോൺ കുറയും ഒക്കെ ചെയ്യും. അതിൽ വേണമെങ്കിൽ കുറച്ച് കൺട്രോൾ വരുത്താൻ പറ്റും. അല്ലാതെ 3 മാസം കൊണ്ട് PCOD മാറ്റാനൊന്നും പറ്റില്ല. അതങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല. നമ്മുടെ ദേഹത്ത് കിടക്കും. എപ്പോഴൊക്കെ നമ്മൾ അതിനെതിരായിട്ട് ഉള്ള ഭക്ഷണ രീതികൾ, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കൂടുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വീണ്ടും പീരിയഡ്സ് വരാതെ, പീരിയഡ്സ് ലേറ്റ് ആവുക, അല്ലെങ്കിൽ മുട്ടകൾ ഉണ്ടാവാതെ വരിക, എഗ്സ് ഉണ്ടാവാതെ വരിക, അങ്ങനെയാണ് ഈ കുട്ടി ഉണ്ടാവാനുള്ള പ്രയാസം ഉണ്ടാവുന്നത്. PCODയിൽ കൺട്രോൾഡ് ആയിരിക്കാം, പക്ഷേ മാറി വരിക എന്നൊക്കെ പറയുന്നത് കുറച്ച് സമയം പിടിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഫീൽഡ് മൊമെന്റ്സിലേക്ക് വിളിച്ചതിൽ വളരെ നന്ദി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. Punarjani Hospital, empowering the society to self-confidence. Dr. Sweety, gynecologist, Punarjani Hospital, Aksharavidhi Road, Peta, Trivandrum. Are you anxious about your physical, mental, psychological and emotional issues? No more worries. Why fear when Punarjani is here? Punarjani Hospital, empowering the society to self-confidence. Our Punarjani Hospital is specialized to cure all gynec-related issues. Here are the main features of our hospital. Keyhole surgeries for all gynec diseases. Fertility treatments for couples. Menopause and pregnancy counseling, first time in Kerala. Avoiding uterus removal operation and medical cure wherever possible. Beauty and anti-aging treatment. Weight loss clinic, fitness and gym. Sexual problems and vaginal tightening surgeries. Counseling for psychological problems in all age groups. Punarjani Hospital, empowering the society to self-confidence. Dr. Sweety, gynecologist, Punarjani Hospital, Aksharavidhi Road, Peta, Trivandrum. Contact us on 0471 2476 0471 2466 Punarjani is with you forever. ഫീൽ ദി മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി തുടരുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് പ്രഗ്നൻസി ടൈമിൽ ശരിയായ ഡയറ്റും എക്സർസൈസും എന്ന ടോപ്പിക്കാണ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ കൊല്ലത്തുനിന്ന് ലീഡയാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാ. എനിക്കിപ്പം ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ട്. ഇപ്പം എന്റെ യൂട്രസിന് ബൈക്കോർണിയറ്റ് യൂട്രസ് ആണ്. അപ്പോ ഫസ്റ്റ് ഇപ്പൊ കുഞ്ഞിന് 3 വയസ്സായി. പിന്നെ രണ്ടാമത് ഒരു കുഞ്ഞും കൂടെ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം ആദ്യത്തെ ഭയങ്കര റിസ്ക് ആയിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വല്ലതും ഉണ്ടോ മാഡം? ബൈക്കോൺവേറ്റ് യൂട്രസിൽ നല്ലൊരു കുഞ്ഞിനെ കിട്ടിയത് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അതേപോലെ ഈ പറഞ്ഞ മാതിരി അടുത്ത പ്രഗ്നൻസി വരും. പ്രഗ്നൻസിക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ അറിയാമല്ലോ ആദ്യത്തെ പ്രഗ്നൻസിയിൽ പറഞ്ഞു കാണും ഡോക്ടർ, അബോർഷൻ്റെ സാധ്യതകൾ കുറച്ച് കൂടുതലായിരിക്കും. സോ പെർഫെക്റ്റ് ബെഡ് റെസ്റ്റ്. അതെ, അപ്പോൾ നല്ല ബെഡ് റെസ്റ്റും പിന്നെ യൂട്രസ് കുറച്ച് ഇച്ചിരി അതിൻ്റേതായ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിന് വളരാനുള്ള കുറച്ച് ആ ഒരു സാധ്യത വരണം. അങ്ങനെ മാക്സിമം നല്ല രീതിയിൽ അത് അബോർട്ട് ആവാതിരിക്കുന്ന എല്ലാ സപ്പോർട്ടും
പിന്നെ യൂട്രസ് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനുള്ള സപ്പോർട്ട്, ഇതെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ ഇങ്ങനെ പ്രഗ്നൻസി വരുന്നവർക്ക് സെപ്റ്റേറ്റ് യൂട്രസ് അല്ലെങ്കിൽ ബൈക്കോൺവേറ്റ് അങ്ങനെയൊക്കെ വരുന്ന യൂട്രസിൻ്റെ തന്നെ ജന്മനാ ഉള്ള ചെറിയ ഒരു വ്യത്യാസങ്ങളാണത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് സാധാരണ പ്രഗ്നൻസിക്കാളും ഇരട്ടി ശ്രദ്ധിച്ചിട്ടായിരിക്കും ഈ പ്രഗ്നൻസിയെ മുമ്പിലോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം എല്ലാ കാര്യങ്ങളും. ഡോക്ടറുടെ അഡ്വൈസോടുകൂടി ഹെൽപ്പോടുകൂടി ഇനിയൊരു പ്രഗ്നൻസി ആകാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ നോർമൽ ആയിരുന്നു പറഞ്ഞു. ട്രീറ്റ്മെന്റിലൂടെ മാറ്റാൻ എന്തെങ്കിലും ഇതെങ്ങാനും പറ്റുമോ? അത് യൂട്രസ് ഇങ്ങനെ ആയത് അത് പ്രോപ്പറായിട്ട് ആ റിപ്പോർട്ട്സ് ഒന്ന് കണ്ടാൽ എത്രത്തോളം എങ്ങനെ ഏത് രീതിയിലുള്ള ബൈക്കോൺവേറ്റ് യൂട്രസ് ആണ്, അതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പം ആ ഒരു രീതി ഒന്ന് നോക്കണം. അത് ആക്ച്വലി ബൈക്കോൺവേറ്റ് ആണോ സെപ്റ്റേറ്റ് ആണോ. അപ്പം എനിക്ക് ആ റിപ്പോർട്ട്സ് കാണുകയാണെങ്കിൽ നമുക്കിപ്പോൾ സെപ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ ഹിസ്ട്രോസ്കോപ്പിക്, അതായത് താഴെ കൂടെ തന്നെ നമുക്ക് ആ സെപ്റ്റം മാറ്റി നേരെ യൂട്രസിനെ നോർമലാക്കി പ്രഗ്നൻസി നമ്മൾ ഒത്തിരി പേർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ ബൈക്കോൺവേറ്റ് യൂട്രസ് നമുക്ക് ആക്ച്വലി അതിൻ്റെ റിപ്പോർട്ട്സ് നോക്കി പ്രോപ്പർ അതിൻ്റെ ഫിഗർ കണ്ടാലേ നമുക്കറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് യൂട്രസ് ഏത് രീതിയിലാണ് ബൈക്കോൺവേറ്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് അറിയണം. എന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഈ ഹിസ്ട്രോസ്കോപ്പിക്കലി ലാപ്രോസ്കോപ്പി. 36 വീക്സ് ആയപ്പോഴാണ് കുഞ്ഞ് വന്നത്. 2,500 ആയിരുന്നു വെയിറ്റ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്കാൻ റിപ്പോർട്ട് അങ്ങനെ എന്താണെന്ന് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് കണ്ടാൽ എനിക്ക് പറയാൻ പറ്റും. ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് അതിനെ നോർമൽ ആക്കിയതിന് ശേഷം പ്രഗ്നൻസി മതിയോ, അല്ല അതർവൈസ് പ്രഗ്നൻസിക്ക് വലിയ പ്രശ്നമില്ലാതെ പോകും എന്നുള്ളതാണോ എന്നുള്ളത് നമുക്കത് കണ്ടാൽ റിപ്പോർട്ട് കാണുകയാണെങ്കിൽ എനിക്ക് ഒന്ന് തീർത്ത് പറഞ്ഞു തരാൻ പറ്റും. പറ്റുമെങ്കിൽ ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് കാണിച്ചു. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞത് സർജറിയിലൂടെയാണോ? അതെ 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 അത് അതിൻ്റെ ആ ഒരു ഡിവിഷൻ പോലെ ഇരിക്കുന്ന സംഭവത്തിന് നമ്മൾ താഴേന്ന്, അതായത് വയറ് തുറക്കാതെ യൂട്രസിൻ്റെ അകത്തൂടെ തന്നെ അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. അത് കണ്ടിട്ടേ ഞാൻ പറയുള്ളൂ, ഞാൻ ഇപ്പോൾ ഒന്നും തീർത്ത് പറയുന്നില്ല. റിപ്പോർട്ട് കാണാം. അത് ആദ്യം എനിക്ക് റിപ്പോർട്ട്സ് ഒക്കെ കാണണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കണം എത്രത്തോളം ഈ ബൈക്കോൺവേറ്റ് യൂട്രസ് ഏത് തരത്തിലാണ് ഇരിക്കുന്നത്, ക്യാവിറ്റി സൈസ്, അതായത് ശരിക്കും ഗർഭപാത്രത്തിന് എത്ര ഉൾഭാഗമുണ്ട് ഒരു കുഞ്ഞിന് വളരാൻ, ഒക്കെ നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, അതായിരിക്കും എൻ്റെ ശരി. മതി. ട്രിവാൻഡ്രം പേട്ട എന്നുള്ള സ്ഥലത്ത് അക്ഷരവേദി റോഡ്, പുനർജനി ഹോസ്പിറ്റൽ. ഓക്കെ, ഫീൽഡ് മൊമെന്റ്സിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. നോർമൽ പ്രഗ്നൻസി സമയത്ത് നമ്മൾ എങ്ങനെയുള്ള ഡയറ്റ് പ്ലാൻസ്? സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് 6 times a day ആക്കി മാറ്റണം. എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഫസ്റ്റ് രാവിലെ തൊട്ട് തുടങ്ങാം. അപ്പോൾ ഇറ്റ് വിൽ ബി ഈസി. രാവിലെ എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ ആദ്യം ഗർഭിണികൾ സാധാരണ എണീക്കുന്നു, പോയി ഉടനെ സാധാരണ മനുഷ്യർ കാണിക്കും പോലെ ഉടനെ പോയി ബ്രഷ് ചെയ്യുന്നു, ഉടനെ ഛർദ്ദിക്കുന്നു. ബ്രഷ് ചെയ്യുന്നു ഉടനെ അമ്മയോ ആരാണെന്ന് വെച്ചാൽ അപ്പോഴൊരു ചായയോ കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാനുള്ള പാലോ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നു, അവരത് കുടിക്കുന്നു, അപ്പം തന്നെ ഛർദ്ദിക്കുന്നു. അപ്പം പിന്നെ ഡെയിലി ഇത് നടക്കുന്നു. അല്ലെങ്കിൽ രാവിലെ എണീറ്റതും എന്ത് കുടിച്ചാലും അപ്പം തന്നെ പോയി അതിനെ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പം ഛർദ്ദിക്കുക. ദിസ് ഈസ് എ റെഗുലർ ഹാപ്പനിങ്. അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും ഒക്കെ അറിയാം, ഇതാണ് മോർണിംഗ് സിക്നസ് എന്ന് പറയുന്ന സംഭവം. സോ അപ്പോൾ ചെയ്യേണ്ടത് ഞാൻ കൊടുക്കുന്ന കൗൺസിലിങ്ങിൽ ഫസ്റ്റ് തന്നെ ഡയറ്റ് പ്ലാനിൽ ഗർഭിണികൾക്ക് പറയുന്നത് ഏർലി മോർണിംഗ് ഓർ വെനെവർ നിങ്ങൾ എണീറ്റതും ആദ്യം പോയി ബ്രഷ് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ആദ്യം ഒന്ന് ഗെറ്റ് സെറ്റിൽഡ്. അതിന് ആദ്യം മൗത്ത് വാഷ് ചെയ്യുക. ഫസ്റ്റ് നല്ലോണം മൗത്ത് വാഷ് ചെയ്ത് ജസ്റ്റ് വിത്ത് യുവർ ഹാൻഡ്സ് ജസ്റ്റ് ബ്രഷ് യുവർ ബ്രഷൊന്നുമല്ല, ജസ്റ്റ് ഒരു മൗത്ത് ഒന്ന് ക്ലീൻ ചെയ്യുക വിത്ത് യുവർ മൗത്ത് വാഷ്. എന്നിട്ട് കുറച്ച് നേരം സെറ്റിൽ ഡൗൺ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ബ്ലാൻഡായിട്ടുള്ള എന്തെങ്കിലും എന്നുവെച്ചാൽ അപ്പം നല്ലോണം വയറ്റിനകത്ത് അസിഡിറ്റി നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ കൂടെ ഈ നമ്മൾ എന്ത് ചിലർക്ക് ചില മണം ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ആ ബാത്റൂം കാണുമ്പോൾ അല്ലെങ്കിൽ വാഷ് ബേസിൻ കാണുമ്പോൾ അപ്പം തന്നെയൊക്കെ ഛർദ്ദിക്കാൻ. ആ സമയത്ത് അതൊന്നും ചെയ്യാതെ മൗത്ത് വാഷ് ചെയ്യുക, ജസ്റ്റ് സ്പിറ്റ് ഇറ്റ് ഔട്ട്, എന്നിട്ട് വന്ന് ഇരിക്കുക, സെറ്റിൽ ഡൗൺ ചെയ്യുക.
ആദ്യം ബെഡിൽ വന്നോ അല്ലെങ്കിൽ ഒരിടത്തിരുന്ന് സെറ്റിൽ ഡൗൺ ആവുക. എന്നിട്ട് എന്തെങ്കിലും അപ്പോഴും കഴിക്കാൻ തോന്നുന്ന വളരെ ബ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പുളിയോ ഉപ്പോ മധുരമോ ഒന്നും അധികമില്ലാത്ത മേ ബി ബിസ്ക്കറ്റ്സ് അങ്ങനെ എന്തെങ്കിലും, ഒരു ബേസിക്കായിട്ട് ഒരു വലിയ ഇതൊന്നുമില്ലാത്ത സിമ്പിൾ കുക്കീസോ ബിസ്ക്കറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ പഴമോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണോ, അങ്ങനെ വലിയ പുളിപ്പൊന്നും ഇല്ലാത്ത സംഭവങ്ങൾ. ബിസ്ക്കറ്റ്സ് ആണ് നമ്മൾ യൂഷ്വലി എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു പീസ് ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും അത് ഒരു ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് കുറച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും എന്ത് കുടിക്കണം എന്നുള്ളത്. ചിലർക്ക് നമ്മൾ പ്രോട്ടീൻ ഡ്രിങ്ക് കൊടുക്കും, അത് ആദ്യമേ ഇഷ്ടമാവണം എന്നില്ല, ഛർദ്ദിക്കും. അപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള, പിന്നെ ചിലർക്കാണെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, കുറേ മാർക്കറ്റിലുണ്ട്, അത് ഇഷ്ടപ്പെടും, അത് വേണമെങ്കിൽ കൊടുക്കാം. ചിലർക്കാണെങ്കിൽ ടീ ഓർ കോഫി തന്നെ ആയിരിക്കും, ചിലർക്ക് ബ്ലാക്ക് കോഫി ആയിരിക്കും ഇഷ്ടം. സോ അപ്പോൾ നമ്മൾ അവരെ തടയാതെ അവർക്ക് ആ ഒരു സമയത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, അതും ഈ പറഞ്ഞ പോലെ മധുരം ഓവറാക്കാതെ പാൽ ഓവറാക്കാതെ അങ്ങനെയൊക്കെ ഒരു ലൈറ്റായിട്ട് എല്ലാം ഒരു ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിലുള്ള എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുക. ഞാൻ പ്രിഫറബിളി ഐ വിൽ ആസ്ക് ദം ടു ടേക്ക് എ പ്രോട്ടീൻ ഡ്രിങ്ക്. അതും കുറച്ച് ചോക്ലേറ്റ് ടേസ്റ്റ്, മിക്കവർക്കും ചോക്ലേറ്റ് ടേസ്റ്റ് ഇഷ്ടമാണ്, ചിലർക്ക് അത് ഇഷ്ടമില്ലാത്തവർക്ക് ഫ്രൂട്ടി ടേസ്റ്റുള്ള എന്തെങ്കിലും, ഇപ്പം പൈനാപ്പിൾ ഫ്ലേവർ അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഇപ്പം ഞാൻ എല്ലാ ഗർഭിണികൾക്കും പ്രോട്ടീൻ ഡ്രിങ്ക്സ് കൊടുക്കാറുണ്ട്. അപ്പം കുഞ്ഞിന് ആദ്യത്തെ 2 മാസത്തെ കുഞ്ഞിൻ്റെ വളർച്ച പ്രോട്ടീൻ നിറയെ നമ്മൾ എടുക്കുമ്പം കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയും കുഞ്ഞിൻ്റെ അവയവങ്ങളുടെ വളർച്ചയും കുഞ്ഞിന് പ്രതിരോധ ശക്തിയൊക്കെ നന്നായിട്ട് കിട്ടും. നമ്മുടെ വിചാരം എന്താ വെച്ചാൽ അവസാനം ലാസ്റ്റ് കുറച്ച് മാസങ്ങളിലാണ് കുഞ്ഞിൻ്റെ വളർച്ച ഇരിക്കണം. അതല്ല, ആദ്യത്തെ 2 മാസം അത് ആ ഒരു സമയം ഈ ഛർദിയിലുമൊക്കെ അങ്ങ് പോവും. അതാണ് പ്രശ്നം. ആദ്യത്തെ 2-3 മാസം ആണ് ഈ അവയവങ്ങൾ ഉണ്ടാവുന്നത്, തലച്ചോറ് ഉൾപ്പെടെയുള്ള അവയവങ്ങൾ. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല പ്രോട്ടീൻ ഭക്ഷണം കഴിക്കാൻ പറയും നമ്മൾ ഗർഭിണിയോട്. അത് പ്രോട്ടീൻ ഡ്രിങ്ക് കൊടുക്കും. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പം ഈ ഭക്ഷണത്തിൽ പലതും ഇവർക്ക് പിടിക്കാതെ വരുന്നതുകൊണ്ട് പ്രോട്ടീൻ ഡ്രിങ്കിൽ ഓൾമോസ്റ്റ് അതിൽ ഗർഭിണികൾക്ക് വേണ്ടിയുള്ള പ്രോട്ടീൻ ഡ്രിങ്ക്സ് ഉണ്ട്, അതിൽ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ എന്നുള്ള രീതിക്ക്, ഒരു പക്ഷേ ആ ഒരു നേരം ഒന്നും കഴിച്ചില്ലെങ്കിലും ഇതൊരു 3 ടേബിൾ സ്പൂൺ, അതായത് ഒരു 30 grams, അതാണ് കണക്ക്. അപ്പോൾ അതൊരു ഫുൾ ഡയറ്റിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ടിരിക്കും. അപ്പോൾ അത് കുറച്ച് കുടിച്ചിട്ട് നല്ല പാലിൽ ഇത് കുടിച്ചിട്ട്, പാലോ പാൽ പൗഡറോ വിച്ചെവർ ദേ ലൈക്ക്, അപ്പം അതിൽ കലക്കി കുടിച്ചിട്ട് വേണമെങ്കിൽ അതിനൊരു മിൽക്ക് ഷേക്ക് പോലെ ആക്കാൻ കുറച്ച് ബദാം പിസ്തയൊക്കെ ഇട്ട് അതിനൊരു മിൽക്ക് ഷേക്ക് പോലെ അടിച്ചിട്ട് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ അത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ രാവിലെ ആ ഒരു ഡ്രിങ്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഉടനെ അടുത്ത ഇങ്ങനെ ഗർഭിണിയെ എന്തെങ്കിലും കുത്തി നിറച്ചുകൊണ്ടേ ഇരിക്കരുത്. അല്ലെങ്കിൽ രാവിലെ പിടിച്ചിരുത്തി സാധാരണ ആളുകൾ ചെയ്യുമ്പോൾ ഒരു 3-4 ഇഡ്ഡലി, 4 ദോശ, കുറേ ചമ്മന്തി, കുറച്ച് അത് കടലക്കറി, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്താൽ ഏത് ഗർഭിണിയും ഛർദ്ദിക്കും. സോ ഇങ്ങനെ വേണം ആ പാറ്റേൺ തുടങ്ങാൻ. ലൈറ്റായിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങൾ, എരിവും പുളിയും ഒന്നും അധികം ഇല്ലാത്ത ബ്ലാൻഡ് ഡയറ്റിൽ തുടങ്ങി പിന്നെ ഒരു 10-11 മണിയാകുമ്പോൾ സെറ്റിൽ ഡൗൺ ചെയ്യുമവർ. പിന്നെ പോയി ബ്രഷ് ചെയ്യട്ടെ. ബ്രഷ് ചെയ്തിട്ട് അപ്പോൾ ഈ ഛർദിയുടെ ഒരു സംഭവം കുറയും. പിന്നെ അങ്ങനെ അധികം ഛർദിയുള്ളവർക്ക് ഞാൻ കൊടുക്കുന്ന ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ചെറിയ ഛർദിയുടെ ഒരു സിറപ്പ് പോലത്തെ സാധനമുണ്ട്. ഇത് വലിയവർക്കാവുമ്പോൾ ചിലപ്പോൾ മറ്റവർക്ക് തുള്ളിയിലാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. അത് നമ്മൾ 1 സ്പൂണോ 2 സ്പൂണോ നല്ല ടേസ്റ്റിയുമാണ്. അപ്പം അത് കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ ചെല്ലുക, അല്ലെങ്കിൽ എന്നിട്ട് പോയി ബ്രഷ് ചെയ്താലും മതി. ബ്രഷ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിൽ ഞാൻ എപ്പോഴും മുട്ടയുടെ വെള്ള 2 എണ്ണം ആഡ് ചെയ്യാൻ പറയും. ചിലർക്ക് മുട്ട ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കടലയുടെ അതെല്ലാം പ്രോട്ടീനിന് വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ സാധാരണ പോലെ ഇഡ്ഡലിയോ ദോശയോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഓംലേറ്റ്സ് ഇഷ്ടമാണെങ്കിൽ ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറയും. പിന്നെ ഒരു ഹോൾസം ഡയറ്റ്, പിന്നെ എന്തെങ്കിലും ഒരു പഴം, ഏത്തമ്പഴമോ അല്ലെങ്കിൽ അല്ലാതെ സാധാരണ വാഴപ്പഴോ, ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇഷ്ടമുള്ള ആപ്പിളോ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, രാവിലെ പുളിയുള്ള ഫ്രൂട്ട്സ് കൊടുക്കാതിരിക്കുക. സോ അതും നമുക്ക് ഗുണം ചെയ്യും. അങ്ങനെ ഒരു ഹോൾസം ഡയറ്റ്. പിന്നെ ഒരു 10-11 മണിക്ക് ഇടയിൽ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് ഒരു 10 മണി 9:30-10:30 ഇടയിൽ മതി ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള സംഭവം കഴിക്കുന്നത്. ഓക്കെ മാം, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്?
രാഗിനിയാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് പ്രൊലാപ്സ് യൂട്രസ് ആണ്. 10 കൊല്ലത്തിൽ കൂടുതലായി. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഏജ് എത്ര? ഏജ് 61 ഓക്കെ, പറഞ്ഞോളൂമ്മ, പറഞ്ഞോളൂ. പ്രൊലാപ്സ് ആയിട്ട് യൂട്രസ് ഇങ്ങനെ, പക്ഷെ ഡോക്ടറെ കണ്ടപ്പോ ഒരു 3 ഇഞ്ചോളം പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, എടുത്ത് കളയണോന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ കൺട്രോൾ ഇല്ലാതെ യൂറിൻ പോകും. എപ്പോഴും ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു. ഓക്കെ, അത് ഒരു കാര്യം, ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. അകത്തിരിക്കേണ്ട സാധനമാണ്, അത് താഴെ ഇറങ്ങി വന്നിരിക്കണതാണ് പ്രൊലാപ്സ് യൂട്രസ്. അപ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ കൂടെ തൊട്ടടുത്ത് കിടക്കുന്നതാണ്, അതിൻ്റെ കൂടെ ചേർന്ന് കിടക്കുന്നതാണ് സ്ത്രീകൾക്ക് ഈ മൂത്രസഞ്ചിയും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അതും കുറച്ച് താഴോട്ട് ഇതിനോടൊപ്പം വന്ന് കാണും, ഇതിനോടുകൂടെ അതും വന്ന് കാണും. സോ അതിൻ്റെയാണ് ഈ യൂറിൻ പോകാനുള്ള പ്രോബ്ലംസ് വരുന്നത്. സോ ഇത് ഡോക്ടർ സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സർജറി ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. കാര്യം വെച്ചാൽ ഇത് പുറത്ത്, അതെ, ഇത് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് 3 ഇഞ്ചസ് പറയുമ്പോൾ ഒരുവിധം നല്ല പുറത്ത് വന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ എത്രത്തോളം അത് പുറത്ത് വന്നിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് ആക്ച്വലി കാണണം, കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും, വയറ് തുറക്കാതെ. അത് ഒത്തിരി പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേന്ന് തന്നെ അതിനെ റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. അങ്ങനെ വലിയ തോതിൽ ഉള്ള പ്രശ്നങ്ങൾ, വയറൊന്നും തുറക്കാതെ ഉള്ള സർജറി ചെയ്യാൻ പറ്റുമോ നോക്കണം. അതെനിക്ക് ഉള്ളു നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് താഴേന്ന് ചെയ്യാൻ പറ്റും. പിന്നെ മൂത്രസഞ്ചി താഴെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മുകളിലോട്ട്, അതും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യും. അതിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് അതിനെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എത്ര 3 മാസം എടുക്കണോ? റെസ്റ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റുള്ള സാധനമൊന്നും നമ്മളൊരു 5-6 മാസം എടുക്കണ്ടെന്ന് പറയും, വെയിറ്റുള്ള എടുക്കുന്ന സാധനങ്ങൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനോടൊപ്പം ബ്ലാഡറും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, മൂത്രസഞ്ചി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതും മുകളിലോട്ട് വെച്ച് നമ്മൾ തെച്ച് വെക്കും. കാര്യം വെച്ചാൽ അത് ദേഹത്തോട് ചേർന്ന് മുകളിലോട്ട് അതിൻ്റെ സ്ഥലത്ത് പോയി പിടിച്ച് നിൽക്കണം. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 5-6 മാസം വെയിറ്റ് എടുക്കുന്ന കാര്യം വളരെ സ്ട്രിക്റ്റായിട്ട് വേണ്ടെന്ന് പറയും. പിന്നെ ഒരു ബെഡ് റെസ്റ്റ് എന്നുള്ളതല്ല, കഴിവതും വെയിറ്റ് എടുക്കാൻ പാടില്ല. പിന്നെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഈ നിൽക്കുന്നത് ഒരുപാട് നേരം നിൽക്കുന്നത്, അതൊക്കെ ഒരു 1-2 മാസം അവോയ്ഡ് ചെയ്യാം. ഓട്ടോയിലുള്ള യാത്ര, 2 വീലർ യാത്ര, ഈ അങ്ങനത്തെ യാത്രകളൊക്കെ, ഈ ഒത്തിരി കുഴി ഉള്ള റോഡിൽ കൂടെയുള്ള യാത്ര, അതൊക്കെ, പിന്നെ ദൂരയാത്രകൾ, ഇതൊക്കെ ഒരു 4-5 മാസം അവോയ്ഡ് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ പേടിക്കണ്ട, അവിടെ മാത്രം മരവിപ്പിച്ച് സർജറി ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് ഇപ്പം എനിക്കറിയില്ല എത്രത്തോളം പുറത്ത് വന്നു എന്ന് നോക്കിയാൽ പറയാൻ പറ്റും. ഓക്കെ, ഓക്കെ. ഫീൽഡി മൊമെന്റ്സിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. മാം, നമ്മൾ ഡയറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ കഴിക്കുക. പിന്നെ ഉച്ചക്കലത്തെ മീൽ വരുമ്പോഴത്തേക്കും, ഉച്ചക്കലത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു 11-12 മണിക്ക് എന്തെങ്കിലും ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു പ്രോട്ടീനോ അല്ലെങ്കിൽ ചെറിയൊരു സാൻഡ്വിച്ചോ, ചെറിയൊരു സ്നാക്കിങ് ഒരു 12 o'clock, എന്നിട്ട് ഒരു 1:30ക്കും 2-നും ഇടയ്ക്കൊക്കെ ഒരു മതി ലഞ്ച്. അപ്പം ഇൻ ബിറ്റ്വീൻ എങ്ങനെ ഈ 6 നേരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്നാക്ക്, അതൊരു വീട്ടിൽ തന്നെ, ദയവേത് പുറത്തുനിന്നുള്ള ഭക്ഷണം ഗർഭിണിക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. അത് ഒരു ഫസ്റ്റ് ബോട്ടം ലൈൻ. കഴിവതും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം, തീർച്ചയായിട്ടും നമുക്ക് നല്ല എണ്ണയാണ്, നല്ല കുക്കിംഗ് ആണ്, നീറ്റായിട്ടുള്ള കുക്കിംഗ് ആണ്. എന്തെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് വയറിന് ഇൻഫെക്ഷനോ വയറിളക്കമോ ഒക്കെ വന്നാൽ ട്രീറ്റ് ചെയ്യാൻ നല്ല പ്രയാസമായിരിക്കും, അത് ആദ്യത്തെ 3 മാസമൊക്കെ. സോ ഫസ്റ്റ് 3 months ഞാൻ പറയുന്നത് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി പീരീഡ് പുറമേ നിന്നുള്ള ഭക്ഷണം
വാങ്ങിച്ച് കഴിക്കണത് അവോയ്ഡ് ചെയ്യണം. എന്തുണ്ടെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി, ഇപ്പോൾ സാൻഡ്വിച്ച് ആണെങ്കിലും നമുക്കിപ്പോൾ വീട്ടിലുണ്ടാക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബൊക്കെ കണ്ട് എല്ലാവരും കുക്കിംഗ് എക്സ്പേർട്സ് ആണ്. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സാൻഡ്വിച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് ആണുങ്ങൾ വരെ ഉണ്ടാക്കുന്നുണ്ട്. കൊറോണ അങ്ങനെ കുറച്ച് ഗുണമൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. സോ എല്ലാവരും കുക്കിംഗ് പഠിച്ചു എന്നുള്ളതാണ്. വെറുതെ ഇരുന്നപ്പോൾ എല്ലാവരും കുക്കിംഗ് പഠിച്ചു. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം സാൻഡ്വിച്ചോ അല്ലെങ്കിൽ പിസ്സ വരെ വീട്ടിലുണ്ടാക്കാനൊക്കെ അറിയാം. സോ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് ഹെൽത്തി ആയിട്ടായിരിക്കും ചെയ്യുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ വീട്ടിൽ ഒരു സാൻഡ്വിച്ചോ അല്ലെങ്കിൽ അത് തന്നെ വെജ് ആണെങ്കിൽ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ഡയറ്റിൽ പാടില്ല എന്ന് പറയുന്നത്, കഴിവതും ബീഫ്, മട്ടൺ അങ്ങനെയുള്ള റെഡ് മീറ്റ് ഹെവി ആയിട്ടുള്ളത് പ്രഗ്നൻസി സമയത്ത് അവോയ്ഡ് ചെയ്യുക. എത്ര ആഗ്രഹമുള്ള ആളാണെങ്കിലും അതൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് നാടൻ കോഴി, ഈ നോൺ വെജിറ്റേറിയൻസിന് നാടൻ കോഴിയാണെങ്കിൽ അത് യൂസ് ചെയ്യുക. ഈ മോർ ദൻ ബ്രോയിലർ ചിക്കൻ നാടൻ കോഴി യൂസ് ചെയ്യുക. പിന്നെ എഗ്ഗ് കൊള്ളാം. പിന്നെ വന്നിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മീനാണ്. മീൻ കറി അതാണ്. അതിൽ മീൻ കറി വളരെ നല്ലതാണ്. എന്ത് തരം, പ്രത്യേകിച്ച് ഈ നെയ്മത്തി എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന മീനുകളാണ്. അപ്പം ചെറിയ മീനുകളാണ് കൂടുതൽ ഗുണമുള്ളത്. പിന്നെ എന്ത് തരം മീനാണ്, മീൻ കറിയാണെങ്കിലും നല്ലൊരു പ്രോട്ടീനാണ്, ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും നല്ല പ്രോട്ടീൻ. പിന്നെ കടലവർഗ്ഗങ്ങൾ, എല്ലാ കടല, പയറ്, വൻപയർ, ചെറുപയർ, ഇതെല്ലാം ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഞാൻ പറയാറുണ്ട്, അത് വേവിച്ചിട്ട് ഡെയിലി ഓരോന്ന്. ഈ മടുപ്പ് വരരുത്. ഇന്ന് വൻപയർ അല്ലെങ്കിൽ നാളെ ചെറുപയർ, പിന്നെ വലിയ കടലയിൽ തന്നെ 2-3 തരമുണ്ട്, അത് വ്യത്യസ്തമായത് കൊടുക്കാം. ചന്ന അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, അത് മാറ്റി മാറ്റി കൊടുക്കാം. പിന്നെ ഗ്രീൻ പീസ് മുളപ്പിച്ചിട്ട് അത് വെള്ളം കളയാതെ വേവിക്കണം. പ്രോട്ടീനുള്ള എന്തും വേവിക്കും. ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മൾ വെള്ളം ഊർന്നു പോവാ, ആ വെള്ളം കളയരുത്, അതിൽ നിന്ന് കുറേ സത്ത് അങ്ങ് പോവും. സോ പ്രഷർ കുക്കിംഗ് ആയിരിക്കും നല്ലത്. അങ്ങനെ അത് ഒരു ഇതായിട്ട് കൊടുക്കാം. ഈ ചുണ്ടൽ പോലെയൊക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ, നല്ല രുചിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഗർഭിണിക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ പ്രോട്ടീൻസ് ഒത്തിരി കിട്ടും. അപ്പോൾ വെജിറ്റേറിയൻസിന് അത്തരം പ്രോട്ടീൻസ് വളരെ ഗുണം ചെയ്യും. മാം, ഒരു കോൾ ഉണ്ട്. ഹലോ ഫീൽ ദി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? പ്രഭയാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പ്രഭ പറഞ്ഞോളൂ. ഡോക്ടർ, ഹലോ, നമസ്കാരം. നമസ്കാരം. എനിക്ക് പീരീഡ് സമയമാകുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ഭയങ്കര വയറുവേദന. പീരീഡ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് 2 ആഴ്ച, പിറ്റേ 2 ആഴ്ച കഴിയുമ്പം വീണ്ടും വയറുവേദനയും, കൈ തരിപ്പ് പോലെ വന്ന് കൈ പെരുപ്പ്, ഉള്ളം കയ്യിൽ. അതെന്തുകൊണ്ടാണ്? എത്ര നാളായിട്ട് ഇങ്ങനെ? ഇത് കുറെ നാളുണ്ട്. എനിക്ക് പ്രസവത്തിലെ കിഡ്നി കംപ്ലൈന്റ് ആയി, ജന്നി വന്നിട്ടുണ്ട്, 4 ഡയാലിസിസ് എടുത്തിട്ടുണ്ട്. ഓ, അപ്പൊ അതിന്റെ മരുന്ന് വല്ല ഇപ്പൊ എടുക്കുന്നുണ്ടോ? ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല. ഇപ്പൊ കിഡ്നി ഫംഗ്ഷൻ ഒക്കെ നോർമൽ ആണോ? ഇപ്പൊ എല്ലാം നോർമലാണ്. ഓക്കെ. അപ്പൊ ഈ വേദന എന്ന് പറഞ്ഞാൽ അടിവയറിലല്ലേ, അല്ലാതെ ഈ സൈഡിലല്ലോ? പറയാൻ പറ്റൂല. ആ സമയത്ത് എന്തൊക്കെ ഒരു അസ്വസ്ഥത. ഡോക്ടർ ആരെയും കാണിച്ചില്ല? കാണിച്ചില്ല. കാണിക്കണം. കാണിച്ച് ഒരു സ്കാൻ ചെയ്ത് നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് കിഡ്നിക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാ അവയവങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാൻ, അബ്ഡോമിനൽ സ്കാൻ ഒന്ന് നോക്കുക. അതേപോലെ ഗർഭപാത്രം, അണ്ടാശയം, ഇതിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക. ഹോർമോൺസ് ഒന്ന് ചെക്ക് ചെയ്ത് ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണിച്ചിട്ട് ഹോർമോൺസും ഒക്കെ ഒന്ന് നോക്കുക, അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ. പിന്നെ ഈ പെയിൻ കൂടുതൽ, അത് കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പം എല്ലാ പ്രശ്നങ്ങൾക്കും ആദ്യം പീരീഡ് തെറ്റായിട്ട് വരണമെന്നോ പീരീഡ് ഓവർ ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. ചിലപ്പം ചില പ്രശ്നങ്ങൾ ഈ പീരീഡ് നോർമലായിട്ട് തന്നെ ഇരിക്കും, പക്ഷേ അതുള്ള പ്രശ്നം നമ്മൾ അറിയാതിരിക്കും. സോ എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ബേസിക് ടെസ്റ്റുകൾ, ഹോർമോൺ ടെസ്റ്റുകളും അതേപോലെ സ്കാൻ വളരെ അത്യാവശ്യം. ഈ പെയിൻ എന്താണെന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, ചിലപ്പോൾ ഓവുലേഷൻ പെയിൻ ആയിരിക്കാം, എന്നാൽ പോലും ഡോക്ടർ അത് കൺഫേം ചെയ്യണം വിത്ത് ദ സ്കാൻ, വിത്ത് ദ ടെസ്റ്റ്. അതായിരിക്കും എപ്പോഴും നമ്മൾ പ്രൂഫോടുകൂടി ഒരു പ്രശ്നം ഇതാണ് എന്ന് അറിഞ്ഞിട്ട് മരുന്നുകൾ കഴിക്കണതാണ് എപ്പോഴും നല്ലത്. എന്തെന്നറിയാതെ ചുമ്മാ കുറേ വേദനയുടെ മരുന്നുകൾ അങ്ങനെയൊന്നും എടുത്ത് കഴിക്കാൻ പാടില്ല. അതാ പറഞ്ഞ, അങ്ങനെ ചെയ്യരുതെന്നാ പറഞ്ഞു. സോ അതൊക്കെ സ്വന്തം മെഡിക്കേഷൻ അല്ലേ, സെൽഫ് മെഡിക്കേഷൻ. ചിലപ്പോൾ അത് കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ സ്വന്തമായിട്ട് പെയിൻ കില്ലേഴ്സ് ഒന്നും എടുത്ത് കഴിക്കരുത്.
ആരും കഴിക്കരുത്. കിഡ്നിക്കൊക്കെ പ്രോബ്ലം ഉള്ള ഒരാൾ ഒരിക്കലും ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ അങ്ങനെ ചെയ്യരുത്. കിഡ്നിക്ക് പ്രശ്നമില്ലാത്ത വേദനരഹിത മരുന്നുകളുണ്ട്, അത് ഡോക്ടർ നോക്കി അത് തരും. അങ്ങനെയുള്ളതേ കഴിക്കാവൂ. പിന്നെ പ്രോബ്ലം എന്തെന്നറിഞ്ഞാൽ അതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ആ പ്രോബ്ലം ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ശരിയായിക്കോളും. ഓക്കെ, ഈ വേദന ശരിയാവും. ഓക്കെ, ഫീൽഡി മൊമെന്റ്സിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. ഡോക്ടർ, നമ്മൾ ഡയറ്റിൻ്റെ കാര്യം ഈവനിങ് സ്നാക്സിൽ എത്തി നിൽക്കുക. ഓക്കെ, ഈവനിങ് സ്നാക്സ് അതുപോലെ പിന്നെ ഉച്ചക്കലത്തെ ഊണെന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീട്ടിലത്തെ ഭക്ഷണം പോലെ തന്നെ കുറച്ച് ചോറ്. ഓവറായിട്ട് തീറ്റിക്കരുത്, ദയവേത് ഗർഭിണിയെ ഓവറായിട്ട് തീറ്റിക്കരുത്. അവർക്ക് ഒരു ശ്വാസം മുട്ട് ഭയങ്കരമായിട്ട് അനുഭവപ്പെടും. അത് 3-4 മാസം കഴിയുമ്പോൾ നല്ലതായിട്ട്. പക്ഷേ കൊടുക്കുന്ന ആ ഭക്ഷണം വളരെ നല്ലതായിരിക്കണം. എന്നുവെച്ചാൽ എല്ലാ ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഫ്രൂട്ട് ജ്യൂസസ് ഒരു 2 ഫ്രൂട്ട് ജ്യൂസ് എങ്കിലും ഡെയിലി കുടിക്കണം. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൂടെ ഇട്ടിട്ട് ഫ്രൂട്ട് സാലഡ്സ്, അതുപോലെ വെജിറ്റബിൾ സാലഡ് ഇൻക്ലൂഡ് ചെയ്യണം. അതിൽ തക്കാളി, അങ്ങനത്തെ കുക്കുംബർ, അതൊക്കെ നല്ല സംഭവങ്ങളാണ്. അതൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇത് കോളിഫ്ലവർ അതുപോലത്തെ ഉള്ള സംഭവങ്ങൾ, ഈ ഫ്ലവർ ടൈപ്പിലുള്ള സ്പിനാച്ച് അല്ലെങ്കിൽ ബ്രോക്കോളി, അതൊക്കെ കുറച്ചും കൂടെ നല്ല കൂടുതൽ വൈറ്റമിൻസും ഒക്കെ തരുന്ന സംഭവങ്ങളാണ്. അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ഇത് ചെയ്യാം. ചിലർക്ക് ചെറുതായിട്ടൊന്ന് പ്രഷറിൽ വേവിച്ച് കൊടുക്കേണ്ടി വരും. അതൊക്കെ കുഴപ്പമില്ല, ചെറുതായിട്ട് ഇപ്പോൾ വേവിക്കാം. ഹാഫ് കുക്ക്ഡ് എപ്പോഴും നല്ലതാണ്, ഫുൾ കുക്ക്ഡിനെക്കാട്ടിലും. അപ്പോൾ കുറേ വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ അങ്ങനത്തെ വെജ് സാലഡ്സ് ആക്കാം. സോ വെജിറ്റബിൾ സാലഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഇത് ചെയ്യണം. ബീഫ്, മട്ടൺ ദയവേത് അവോയ്ഡ് ചെയ്യുക. പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അബ്സല്യൂട്ട്ലി പാടില്ല. ചിക്കൻ ആണെങ്കിൽ പോലും പുറത്തുനിന്ന് ഫ്രൈ വാങ്ങിച്ച് കഴിക്കരുത്. എന്ത് എണ്ണ, ഇതൊന്നും നമുക്കറിയില്ല. കുഞ്ഞിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, ഇതൊന്നും അറിയില്ല. സോ വീട്ടിനകത്ത് ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നാടൻ കോഴി വിൽ ബി ബെറ്റർ. അങ്ങനെ അല്ലെങ്കിലും വീട്ടിൽ ഫ്രൈ ചെയ്യുന്ന നല്ല എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന നോർമൽ നല്ല വെളിച്ചെണ്ണ, നല്ല ശുദ്ധ വെളിച്ചെണ്ണ അതിൽ ഫ്രൈ ചെയ്യുന്ന ഇതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. വേറെ എണ്ണയ്ക്ക് വേണ്ടി അന്വേഷിച്ച് ഓടേണ്ട കാര്യമൊന്നുമില്ല. വെളിച്ചെണ്ണ ഈസ് ദ ബെസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ എല്ലാം നല്ലതാണ്. അതിൽ വെളിച്ചെണ്ണ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സംഭവമാണ്. നമ്മുടെ കേരളത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മളത് കൂടുതൽ ഉപയോഗിക്കുന്നു. പക്ഷേ പലരുടെയും വിചാരം അത് കൊളസ്ട്രോൾ കൂട്ടും. അങ്ങനെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എല്ലാ ഓയിലിനും ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ എപ്പോഴും ഓയിലിൻ്റെ അംശം കുറച്ച് ഉപയോഗിച്ചാൽ എന്ത് ഓയിലായാലും അത് ബെറ്റർ. ഇല്ലെങ്കിൽ കാലറി വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും, നാച്ചുറലി കൊളസ്ട്രോൾ വരും. അത് ഇന്ന എണ്ണയ്ക്കെന്നില്ല, എല്ലാം അതുപോലെ തന്നെയാണ്. സോ വെളിച്ചെണ്ണയ്ക്ക് കുറേ ഗുണങ്ങളും കൂടിയുണ്ട്, നല്ല ഗുണങ്ങളും കൂടിയുണ്ട്. സോ അത് തന്നെ ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഉച്ചയ്ക്ക് ചോറ്, മീൻ കറി, തോരൻ, അങ്ങനെ ഇങ്ങനെ എല്ലാം നമ്മുടെ മലയാളികളുടെ ഭക്ഷണം അതാണ് ഐ വിൽ പ്രിഫർ ടു. എന്നുവെച്ചാൽ നമ്മുടേത് ഏകദേശം ഒരു ബാലൻസ്ഡ് ആണ്. മലയാളികൾ യൂഷ്വലി വെച്ചാൽ നമ്മൾ ഈ മീൻ കറിയൊക്കെ കഴിക്കുന്നവരായുണ്ട് പൊതുവെ മലയാളികൾ. ഇപ്പം ഞാൻ എല്ലാവരെയും പറഞ്ഞാൽ വെജിറ്റേറിയൻസിന് വ്യത്യാസമായിരിക്കും. എന്നാലും അത് പിന്നെ ലാസ്റ്റ് കുറച്ച് തൈര് വച്ചിട്ട് വേണം ഫിനിഷപ്പ് ചെയ്യാൻ. അത് ഡൈജഷന് പ്രീബയോട്ടിക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തൈരിൽ കൂടുതലുണ്ട്. സോ ലാസ്റ്റ് ലേശം തൈരൊഴിച്ച് കഴിച്ചിട്ട് വേണം ഫിനിഷപ്പ് ചെയ്യാൻ. അത് എല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഗർഭിണി തീർച്ചയായിട്ടും. അപ്പം ഡൈജഷൻ നല്ലതായിട്ട് നടക്കും. സോ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം ഗർഭിണി. കാര്യം എന്തെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഈ ഡൈജഷന് വേണ്ടിയിട്ട് ബ്ലഡ് കുറേ ആ ഭാഗത്തേക്ക് പോവും. അപ്പോഴത്തേക്ക് നമ്മൾ നടക്കുകയും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ലെങ്കിൽ ബോഡിലി ആക്ടിവിറ്റീസ് കുറയ്ക്കുക. ആ സമയത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കേണ്ടത് ഗർഭിണിക്ക് അത്യാവശ്യമാണ്. പിന്നെ വൈകിട്ട് സ്നാക്സ് ഒരു 3-4 മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കണം. ഇടയ്ക്കൊരു ജ്യൂസ് കുടിക്കാം. ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് ഡോക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അത് കുടിക്കാം. പിന്നെ ഈ പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ളത് അത് ചെയ്യാം. ഇല്ലെങ്കിൽ സാൻഡ്വിച്ചോ സാലഡ്സോ അങ്ങനെ എന്തെങ്കിലും അതാണ് ഇഷ്ടമെങ്കിൽ ഓരോ ദിവസം ഓരോന്ന് മാറി മാറി ഉപയോഗിക്കുക. ഒരു 4 മണിക്കൊക്കെ അങ്ങനെ. പിന്നെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും എന്തെങ്കിലും ഒരു ചെറിയ ഒരു എന്തെങ്കിലും പഴമോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉപയോഗിക്കാം. നൈറ്റിൽ കുറച്ച് ലൈറ്റായിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കുക. നൈറ്റിൽ ഒരുപാട്, അതായത് നമ്മൾ കിടക്കണതിന് ഒരു 2 മണിക്കൂർ മുമ്പേ കഴിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് 2 hours കഴിഞ്ഞിട്ട് കിടക്കുന്നത്. അതായത് ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് 10 മണിക്ക് കിടക്കുന്ന ആളാണെങ്കിൽ 8 മണിക്കൊക്കെ നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാലോ അങ്ങനെ എന്തെങ്കിലും കിടക്കണതിന് മുമ്പേ അങ്ങനെ കുടിക്കാം. അല്ലാതെ ലേറ്റായിട്ട് ഗർഭിണിക്ക് ഒരിക്കലും ഭക്ഷണം കൊടുക്കരുത്. അപ്പോഴത്തേക്കും രാത്രിയത്തെ ആ ഒരു ദഹനം ശരിയാവില്ല. രാവിലെ എണീറ്റതും ഛർദി വരും, ഈ അസിഡിറ്റിയും ഭയങ്കരമായിട്ട് കൂടും. സോ 2 hours എങ്കിലും നമ്മളൊരു
സമയം കൊടുക്കണം ആ ദഹനത്തിന്. അങ്ങനെയുള്ള പിന്നെ നൈറ്റിൽ നോൺ വെജ് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യണം ഗർഭിണികൾക്ക്. അത് ഈ ഡൈജഷൻ ഇല്ലാണ്ടാക്കും. അതായത് ശരിക്കുമുള്ള ഒരു അതിൻ്റെ ഒരു എല്ലാം ഒന്ന് ദഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള ഹെവി ഫുഡ് ആ സമയത്ത് കൊടുക്കരുത്. കഴിവതും ലൈറ്റായിട്ടുള്ള ഭക്ഷണം ആയിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാലൊക്കെ, നല്ല പാലാണെങ്കിൽ അതൊക്കെ കുടിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട്, കിടക്കണതിന് ഒരു 1 hour മുമ്പേ, അതായത് 8 മണിക്ക് കഴിക്കുന്നു, 9 മണിക്ക് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഒക്കെ മരുന്നുകളൊക്കെ നൈറ്റിൽ കഴിക്കാനുള്ളതൊക്കെ കാണും, അത് കഴിച്ചിട്ട് അതിനോടൊപ്പം പാലും കുടിച്ചിട്ട് പിന്നെ നല്ലൊരു ഉറക്കം വളരെ അത്യാവശ്യമാണ്. ആ ഒരു 8 മണിക്കൂർ ഉറക്കം മറ്റുള്ളവരെ പോലെയല്ല, ആവശ്യമില്ലാതെ കൂടുതൽ. പിന്നെ പറയേണ്ട കാര്യം, ഈ ചില സംശയമുണ്ട്, ഇന്ന ഫ്രൂട്ട് കഴിക്കാമോ അന്ന ഫ്രൂട്ട് കഴിക്കാം, അങ്ങനെയൊക്കെ. പപ്പായ കഴിച്ചാൽ അബോഷനാവോ, പൈനാപ്പിൾ കഴിച്ചാൽ അബോഷനാവോ എന്നൊക്കെ ചോദിക്കും. അതിലൊന്നും വലിയ അതിന് വെയിറ്റേജ് കൊടുക്കണ്ട. ഞാൻ പറയുന്നത് അങ്ങനെ മാനസികമായിട്ട് ആരെങ്കിലും പറഞ്ഞ് അത് സയൻറ്റിഫിക്കായിട്ട് ഒരിടത്തും പ്രൂവ് ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പേടിയുണ്ടെങ്കിൽ പപ്പായയും പൈനാപ്പിളും അവോയ്ഡ് ചെയ്യുക, അത്ര തന്നെ കഴിഞ്ഞില്ലേ. പക്ഷേ ആഫ്രിക്കയിലൊക്കെ പൈനാപ്പിൾ ഒരുപാട് വളരുന്ന സ്ഥലമാണ്. അവിടെ എല്ലാ ഗർഭിണികളും നോർമലി കൂടുതൽ ഭക്ഷിക്കുന്നത് ആ പൈനാപ്പിളൊക്കെയാണ്. സോ അവർക്കൊന്നും അബോഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അത് വേറൊരു കാര്യം. പൈനാപ്പിളിലൊക്കെ പണ്ട് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ആരം പോലത്തെ സംഭവം എടുത്തിട്ട് ഈ ഇല്ലീഗൽ അബോഷൻ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ പപ്പായയുടെ കൊണ്ടൊടിച്ചിട്ട് അതിൻ്റെ ആ പാല് പോലത്തെ വരുന്നില്ലേ, അതുമൊക്കെ പണ്ട് ഈ ചിലർ ഈ നാട്ടു ഇതെന്ന് പറഞ്ഞിട്ട് ആ അബോഷൻ ലീഗലാക്കാതിരുന്നപ്പം അങ്ങനെ ഒരുപാട് സ്ത്രീകൾ മരിച്ചു പോയിട്ടുണ്ട്. സോ അങ്ങനെ ഉപയോഗിച്ചിരുന്ന സാധനമായതുകൊണ്ട് ഈ പപ്പായയും പൈനാപ്പിളും അതുമായിട്ട് ഒരുപാട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പപ്പായ വന്നിട്ട് പച്ചയല്ലാതെ നല്ല പഴുത്ത പപ്പായ ഈസ് ഓക്കെ. ആ പച്ചയായിരിക്കുമ്പം പപ്പൈൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, എല്ലാവരും എൻസൈം. അത് കുറച്ച് വന്നിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പം കുറച്ച് ഈ ഗർഭപാത്രത്തിന് ചുരുക്കാനുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. അതായിരിക്കാം ചിലപ്പം ഇതിന് അബോഷനുമായിട്ട് ഇത് ചെയ്യുന്നത്. പഴുത്ത പപ്പായൊക്കെ അങ്ങനെ വലിയ പ്രശ്നമില്ല, വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഇത് ലോകം മുഴുവനും കേൾക്കുന്നൊരു സാധനം, ഇന്ത്യയിൽ മാത്രം, വേറെ എവിടെയും കേൾക്കാം. ഇന്ത്യയിൽ അയ്യോ വേണ്ട, അത് പപ്പായ പാടില്ല. സോ ഇപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. പൈനാപ്പിൾ പക്ഷേ നല്ല പൈനാപ്പിളൊക്കെ എല്ലാവരും കഴിക്കാറുണ്ട്. പഴുത്ത പൈനാപ്പിൾ കഴിക്കണോണ്ട് ദോഷമൊന്നുമില്ല. ഇപ്പോൾ 3-4 പീസ് കഴിക്കണോണ്ട് എന്ത് ദോഷം വരണ, ഒന്നും അത്ര വലിയ ക്വാണ്ടിറ്റിയിലൊന്നും നമുക്ക് ചെല്ലാൻ പറ്റില്ല. വലിയ അബോഷൻ്റെ മരുന്നുകൾ കഴിപ്പിച്ചിട്ട് പോലും അബോട്ടാവാത്ത സ്ത്രീകളുണ്ട്. റിയൽ അബോഷൻ മെഡിസിൻസ് കൊടുത്തിട്ട് പോലും, അത് ലീഗൽ മെഡിസിൻസ്. സോ അപ്പം ഈ ചിലതൊക്കെ അങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനമല്ല പെട്ടെന്ന് അങ്ങനെ അബോട്ടായി പോകാനായിട്ട്. പിന്നെ റെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ BP, ഡയബറ്റിക്, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഇങ്ങനെയുള്ളവരൊന്നും എല്ലാവരും നല്ല റെസ്റ്റാണ് എടുക്കേണ്ടത്. എക്സസൈസ് അനാവശ്യമായിട്ട് ചെയ്യരുത്. എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് ഉള്ളപ്പം 7 മാസത്തിന് ശേഷം ചെറിയ യോഗ ഒക്കെ ഉണ്ട്, ഈ ഗർഭിണികൾക്ക് വേണ്ടിയുള്ള യോഗ. അതൊക്കെ ചെറുതായിട്ട് ചെയ്യാം. കുറച്ച് എക്സസൈസ്, നടക്കണത്, സ്ലോ വാക്കിംഗ്, ഇതൊക്കെ ഒരു 7 monthsന് ശേഷം ഡോക്ടറുടെ അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രം. നിങ്ങളൊരു BP പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഫിറ്റ്സ് വരുന്ന ആളോ വേറെ എന്തെങ്കിലും ഇത് ത്രെറ്റൻഡ് അബോഷൻ പോലെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ദയവേത് ഇത് എക്സസൈസ് ഒന്നും ചെയ്യേണ്ട. റെസ്റ്റ് വിൽ ബി ദ ബെറ്റർ തിങ്. അപ്പോൾ ഗർഭിണികൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും, അതായത് ഇനി ഒരുപാട് പറയാനുണ്ട്, പക്ഷേ അത് ടൈം ടു ടൈം ഒക്കെ ഇട്ട് നിങ്ങൾക്ക് ഡയറ്റ് ചാർട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ അപ്രോച്ച് ചെയ്യാം പ്രഗ്നൻസി കൗൺസിലിങ്ങിന്. സോ എല്ലാ ഗർഭിണികളും കേൾക്കാൻ വേണ്ടി നിങ്ങൾ എവിടെ വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തോളൂ. പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് ആയിട്ട് തന്നെ അത് നിങ്ങളോട് ഒപ്പം ഇരുന്ന് സംസാരിക്കാനും നിങ്ങൾക്ക് ആ വേദനയെ പറ്റിയുള്ള പേടികൾ മാറ്റാനും ഒക്കെ ഞാൻ പ്രഗ്നൻസി കൗൺസിലിംഗ് ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ പുനർജനി ഹോസ്പിറ്റൽ പേട്ട ട്രിവാൻഡ്രം വി ആർ ഗിവിങ് ഈ കൊറോണ സമയത്തുള്ള പ്രതിസന്ധികൾ എല്ലാവരും തരണം ചെയ്യുന്നത് കൊണ്ട് ഈ ഡെലിവറി പിന്നെ പെയിൻലെസ് ആയിട്ടുള്ള, വേദന ഇല്ലാതെ നോർമലായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും. ആ ഡെലിവറിയും നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മ അടുത്ത് ഇരുന്നുകൊണ്ട് ആരെങ്കിലും ഒരു മെമ്പർ അടുത്ത് വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഡെലിവറിയും നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് സിസേറിയൻ, ഇതിനെല്ലാം പാക്കേജസും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിചാരിക്കാനും പോലും പറ്റാത്ത അത്ര ലോ കോസ്റ്റ് പാക്കേജസ് വിത്ത് വെരി ക്വാളിറ്റി കെയർ. അത് ഞാൻ അഷ്യൂർ ചെയ്യുന്നു 100%. സോ തീർച്ചയായിട്ടും അങ്ങനത്തെ പാക്കേജസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പം ചെറിയ ഒരു എമൗണ്ടിൽ ഒരു ഡെലിവറി അല്ലെങ്കിൽ പെയിൻ ഇല്ലാതെ ഒരു ഡെലിവറി അല്ലെങ്കിൽ ഒരു സിസേറിയൻ നമുക്ക്
കടന്നുകൂടി പോകാം. അത് കോസ്റ്റ് ലോ ആയെന്ന് പറഞ്ഞ് ഒരിക്കലും ക്വാളിറ്റി ലോ ആയിട്ടില്ല. ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. ആ ഒരു നന്മയാണ് ഈ പാക്കേജ് എന്ന് പറയുന്നത്. സോ അതല്ലാതെ പ്രഗ്നൻസി കൗൺസിലിങ്ങിനും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ എവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളാണെങ്കിലും നിങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഞാനുണ്ടാകും. സോ ഗർഭിണികൾക്ക് എല്ലാവർക്കും നല്ല ശുഭ ആശംസകൾ. നല്ല കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളോടൊപ്പം. എല്ലാവർക്കും നിങ്ങളുടെ പ്രഗ്നൻസി നന്നായിട്ട് പോട്ടെ. പിന്നെ എന്ത് ആവശ്യം വന്നാലും എന്നെ കാണാൻ വരാം. ഞാനുണ്ട് നിങ്ങളോടൊപ്പം. താങ്ക് യു. ഫീൽഡി മൊമെന്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Akshara Veedi, Peta, Trivandrum 24.